വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുമ്മണി വ്ലോഗ്സ്. പിന്നെ ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചക്കപ്പുട്ടാണ്. അതെങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? ഞങ്ങളും സേഫായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ചെറിയ ചേരുവകൾ കൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ. ഞാൻ ചക്കപ്പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു 10 ചക്കയുടെ ഇതെടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിന്ന് ഗോതമ്പ് പൊടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഗോതമ്പ് പൊടിയിലാകുമ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് കോക്കനട്ടിൻ്റെ, അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ ചക്കയൊക്കെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ പീസായിട്ട് അരിഞ്ഞാൽ ഈ ചക്ക പെട്ടെന്ന് വേവുകയും ചെയ്യും. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ ഈ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം നിങ്ങളെ. ചക്കയൊക്കെ ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മാവൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. പുട്ടിൻ്റെ രീതിയിൽ നമുക്കൊന്ന് കുഴച്ച് അതിനായിട്ടൊരു ഒരു പിഞ്ചോളം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് മാവേ എടുത്തുള്ളൂ. പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. എന്നിട്ട് പുട്ടിന് എല്ലാവർക്കും നനയ്ക്കുന്ന അറിയാമല്ലോ, എങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അന്നേരം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചട്ടപ്പുട്ടിലോട്ട് ആദ്യം കുറച്ച് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ചക്കയുടെ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊക്കെ വേവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞത്. നമുക്കിനി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നമുക്ക് കോക്കനട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. കോക്കനട്ടൊക്കെ ഇട്ട് കൊടുക്കും തോറും നല്ല ടേസ്റ്റാണ് പുട്ടിന്. അതുപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇത് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ രീതിയിലാക്കിയിട്ടുണ്ട്. നമുക്കിനി കുക്കറിലൊന്ന് വെച്ച് കൊടുക്കാം. കുക്കറിൽ വെച്ചാണ് നമുക്ക് ഇത് തയ്യാറാക്കേണ്ടത്. കുക്കറിൻ്റെ വെള്ളം തിളച്ച് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കിത് ഈ പുട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ആവി കയറാനായിട്ട് നമുക്ക് പെട്ടെന്ന് വേകാൻ വേണ്ടി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. പുട്ടിന് ആവിയൊക്കെ വന്നു. പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് എടുക്കാം. ഇത് ഞാനിതൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നു. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ജാക്ക് ഫ്രൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പുട്ടും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അടുത്തതും ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്നു. നമുക്കിനൊരു നല്ല ആവി പറക്കുന്ന ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്, ചക്കയുടെ മണവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും.
അങ്ങനെ നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പൊ ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.